ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഹോം മെയ്ഡ് കൺമഷി മേക്കിങ്ങാണ്. അതിനായിട്ട് ആദ്യം തന്നെ നല്ല ഫ്രഷ് തുളസിയില പിച്ചിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ച് ഇനി ഇതിൻ്റെ പുഴുവും ബാക്കിയുള്ള പൊടിയും കാര്യങ്ങളും എല്ലാം നമുക്ക് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുക്കാം. എന്നിട്ട് വെയിലത്തേക്ക് വെച്ച് ഉണക്കിയെടുക്കുക. അതിനുശേഷം നല്ലൊരു ഇടികല്ലെടുത്ത് കഴുകി വൃത്തിയാക്കിയ ശേഷം അതിനകത്തേക്ക് തുളസിയില ഇട്ട് നല്ലവണ്ണം ഇടിച്ച് പിഴിഞ്ഞ് അതിനുള്ള മുഴുവൻ ഒരു നീര് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് കുറച്ച് മതിയാവും, കുറച്ചൊരു മിനിമം ഇതിനെടുക്കുക. ശേഷം നല്ലൊരു പ്യുവർ വൈറ്റ് കോട്ടൺ, നല്ലൊരു കോട്ടൺ കഴുകിയതായിരിക്കണം, നല്ല വൃത്തിയുള്ളൊരു കോട്ടൺ നമുക്ക് വേണ്ട ആവശ്യത്തിൽ കട്ട് ചെയ്തെടുത്ത ശേഷം ആ ഒരു തുണി നമുക്ക് ഈ നീരിനകത്തേക്ക് ഡിപ്പ് ചെയ്ത് നല്ലതായിട്ട് പിഴിഞ്ഞ് ഉണക്കാൻ ഇടാം കേട്ടോ. വെയിലുണ്ടെങ്കിൽ വെയിലത്തിടാം, അല്ലെങ്കിൽ അല്ലാതെ ഇട്ടാലും മതി. ഇത് ഉണങ്ങിയെടുത്ത ശേഷം നന്നായിട്ട് നമ്മൾ ഈ വിളക്കിലൊക്കെ ഇടുന്ന തിരിത്തുണിയില്ലേ, അതേപോലെ നന്നായിട്ട് ചുരുട്ടി തിരി പോലെ ആക്കിയെടുത്ത ശേഷം ഒരു പാത്രത്തിനകത്തേക്ക് നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ചേർത്ത് തിരി കത്തിച്ച ശേഷം അതിൻ്റെ മണ്ടയിൽ 2 സ്റ്റീൽ ഗ്ലാസ് വെച്ച് അതിൻ്റെ മേളിലൊരു സ്റ്റീൽ പ്ലേറ്റ് വെച്ച് കരി എടുക്കുക. അതിനുശേഷം കുറേ നേരം കഴിയുമ്പോൾ നല്ല കരി കിട്ടും. ഈ കരി നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് ചാലിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല കട്ടക്കറുപ്പുള്ള കൺമഷി കിട്ടും. ഇതാണ് നമ്മുടെ കൺമഷി. ഞാനത് ഇട്ട് കാണിച്ച് തരാം, എങ്ങനെയുണ്ടെന്ന് പറയണേ. അതിനുശേഷം നമ്മൾ ഈ ക്രാഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഫാബ്രിക് പെയിൻറ്റിൻ്റെ ബോട്ടിലിനകത്തേക്കിട്ട് ഇത് സൂക്ഷിക്കാവുന്നതാണ്. ആവശ്യമുള്ളപ്പോൾ എണ്ണ യൂസ് ചെയ്ത് ചാലിച്ചെടുക്കാവുന്നതാണ്. ബൈ.